പാറശാല ഷാരൂൺ വധക്കേസിൽ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത്. അതുകൊണ്ട് വധശിക്ഷ കൊടുക്കണമെന്ന് പ്രോസിക്യൂഷൻ. എന്നാൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് മാത്രവുമല്ല, പഠിക്കാനുണ്ട് എന്ന അഭ്യർത്ഥനയും കോടതിയോട് പ്രതി ഗ്രീഷ്മ നടത്തിയിരുന്നു. ഇപ്പോൾ ഷാരോൺ രാജിൻ്റെ വീട്ടിൽ നിന്ന് സലീം മാലിക് ചേരും. അതുപോലെ ഗ്രീഷ്മയെ പാർപ്പിച്ചിരിക്കുന്ന അട്ടക്കുളങ്ങര ജയിലിന് മുന്നിൽ നിന്ന് ഷെബീദ് റാവുത്തറും തത്സമയം ചേരുകയാണ്. ആദ്യം സലീം മാലിക്കിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. സലീം, ശരിക്കും ഷാരോൺ രാജിൻ്റെ കുടുംബാംഗങ്ങൾ, അമ്മയും അച്ഛനും ഇവർക്ക് പരമാവധി ശിക്ഷ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ ദൃക്സാക്ഷിയില്ലാത്തൊരു കേസാണിത്. പ്രതിയുടെ പ്രായം അതെല്ലാം പരിഗണിക്കും കോടതി. വധശിക്ഷയ്ക്ക് സാധ്യത കുറവാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിവരങ്ങൾ. എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് ഈ കുടുംബമുള്ളത്. കാരണം ഈ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം, ഷാരോണിന്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വർഷം നീണ്ടൊരു നിയമ പോരാട്ടം, അത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സമാനതകളില്ലാത്തൊരു ക്രൂര കൊലപാതകം, അതിന്റെ ആ കൊലപാതകത്തിന്റെ പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ഒരു നിയമ പോരാട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുടുംബത്തിന്റെ ഇടപെടൽ തന്നെയാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായതും. കാരണം ആദ്യം ഈ മജിസ്ട്രേറ്റിന് പോലും കൊടുത്ത മൊഴിയിൽ ഷാരോൺ ഈ വിഷം ഗ്രീഷ്മ നൽകിയതായി പറഞ്ഞിരുന്നില്ല. പക്ഷേ അതിനുശേഷം കുടുംബത്തിനോട്, സഹോദരനോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ആ നിലയിൽ ഗ്രീഷ്മ ചതിച്ചു എന്ന് പറഞ്ഞിരുന്നു. അവിടെ നിന്നാണ് ഈ കേസിന്റെ തുടക്കം. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ കുടുംബം നടത്തിയ ഒരു ഇടപെടൽ കൂടി ഈ കേസിൽ നിർണായകമായിട്ടുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ, അതായത് 2022 ഒക്ടോബർ 14 ഷാരോണിനെ ഗ്രീഷ്മ വിഷം കൊടുക്കുന്നു. അതിനുശേഷം ഒക്ടോബർ 25 ഷാരോൺ കൊല്ലപ്പെടുന്നു. അതിന് പിന്നാലെ അന്നു മുതൽ ഇന്ന് വരെ നടത്തിയ ഈ നിയമ പോരാട്ടമാണ് ഏറ്റവും ഒടുവിൽ ഈ ഒരു വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ ഈ വ്യാഴാഴ്ച പ്രതി കുറ്റക്കാരിയാണോ അല്ലേ എന്ന് കോടതി വിധിക്കുന്ന ദിവസം ഷാരോണിന്റെ സഹോദരൻ മാത്രമായിരുന്നു കോടതിയിലേക്ക് പോയിരുന്നത് വിധി കേൾക്കാൻ. അതിനുശേഷം ശിക്ഷാവിധിയിന്മേലുള്ള വാദം കേൾക്കാനായി കുടുംബം മുഴുവനായി പോയി. അച്ഛനും അമ്മയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ കുടുംബം മുഴുവൻ ആ വാദം കേൾക്കാനായി പോയി. ആ വാദത്തിൽ നമ്മൾ കേട്ടതാണ് പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും ഒക്കെ വലിയ വാദങ്ങൾ. അതിനുശേഷം ഇന്ന് ഈ ശിക്ഷ എന്ത് എന്ന് കഴിഞ്ഞ 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷ എന്നറിയുന്ന ഈ ദിവസവും കുടുംബം മുഴുവൻ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് കോടതിയിലേക്ക് എത്തും എന്നാണ് ഷാരോണിന്റെ സഹോദരൻ പറയുന്നത്. ഷിമോണാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഷിമോൻ, നമ്മൾ ആ ദിവസം കോടതിയിൽ നടന്ന കാണാണ് പ്രതിഭാഗം വലിയ വാദഗതികൾ ഉയർത്തിയിട്ടുള്ളത്. പ്രധാനമായും മുൻ ക്രിമിനൽ പശ്ചാത്തലം ഗ്രീഷ്മയ്ക്കില്ല, ഒപ്പം തന്നെ പഠിക്കാനുണ്ട്, പഠനത്തിൽ മിടിക്കാൻ, അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണം എന്നൊക്കെയാണ് പ്രതിഭാഗം വാദിച്ചിരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ ശിക്ഷാവിധിയിൽ ആശങ്കകളുണ്ടോ? ഇല്ല, അങ്ങനെ അത് ജഡ്ജിനെ അല്ലെങ്കിൽ കോടതിനെ സ്വാധീനിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം ഞങ്ങൾ പ്രതീക്ഷ പോലൊരു വാദമായിരുന്നു പ്രോസിക്യൂട്ടർ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടിയുള്ള പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഇപ്പോൾ പ്രായം കുറവാണ് അല്ലെങ്കിൽ പഠിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ആർക്കും എന്തും ചെയ്യാം എന്നുള്ളൊരു രീതിയിലോട്ട് സമൂഹം മാറും അങ്ങനെ ഒരു സ്വാധീനം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതൊരിക്കലും ഉണ്ടാകത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ആർക്കും ഇനി ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ വരും. പ്രതിഭാഗം അത് എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വാദം ഉന്നയിച്ചതെന്ന് പോലും എനിക്കത് മനസ്സിലായിട്ടില്ല, അക്സെപ്റ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം എനിക്കൊരു ക്രൈം ചെയ്യണമെങ്കിൽ ആ ഒരു ഏജ് കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു പഠിപ്പുള്ള ഒരു സ്ത്രീ എന്നുള്ളൊരു ഒരാളിനെ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് എന്ത് ക്രൈമും ചെയ്യാം എന്നാണോ പുള്ളി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഉറപ്പായിട്ടും സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു ശിക്ഷ തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണല്ലേ? തീർച്ചയായിട്ടും സമൂഹത്തിന് മാതൃകയാകും, പരമായിട്ടുള്ള ഞങ്ങൾക്ക് നീതി കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ആ ഒരു രീതിയിലുള്ള ശിക്ഷ തന്നെ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ബാക്കി കോടതി തീരുമാനിക്കട്ടെ, കോടതിയുടെ പ്രതീക്ഷയിലാണ്. ഇന്നിപ്പോ കുടുംബം മുഴുവനായി തന്നെ പോകുന്നുണ്ടോ? ശനിയാഴ്ചത്തെ പോലെ തന്നെ? അതെ, ഇന്ന് എല്ലാവരുമായിട്ടാണ് പോകുന്നത്. പപ്പയും അമ്മയും വരുന്നുണ്ട്. ഈ അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ അമ്മയ്ക്കെതിരെയുള്ള, ഗ്രീഷ്മയുടെ അമ്മയ്ക്കെതിരെ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഇല്ല, അത് ഞങ്ങൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരാണെന്ന് കോടതി വിധി വന്നിട്ടുണ്ട്, അത് തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഗ്രീഷ്മയുടെ അമ്മയ്ക്കെതിരായിട്ടുള്ള തെളിവുകൾ കൃത്യമായിട്ട് ലഭിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ് കോടതി വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ കുറ്റക്കാരാണ് എന്ന് വന്നിട്ടുള്ള ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മാവനും അവർക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം.
ഓക്കെ എസ്കാൻ അത് തന്നെയാണ്. അതായത് ഈ കുടുംബം കഴിഞ്ഞ 2.25 വർഷം നടത്തിയ നിയമ പോരാട്ടം അതിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം, അതിന്റെ ക്ലൈമാക്സ് ദിവസമാണിന്ന്. അപ്പോൾ ഈ 3 പ്രതികളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതിലൊന്ന് ഗ്രീഷ്മ, രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മയായിരുന്നു, മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവനായിരുന്നു. ഇതിൽ രണ്ടാം പ്രതിയെ വെറുതെ വിട്ടുകൊണ്ട്, ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടുകൊണ്ടായിരുന്നു കോടതി ഈ വിധി നടത്തിയത്, അതായത് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. അതിനുശേഷം ഈ ആദ്യഘട്ടത്തിൽ രണ്ടാം പ്രതിയായ അമ്മയ്ക്കെതിരെ കൂടി, അമ്മയെ വെറുതെ വിട്ട നടപടിയിൽ കൂടി നിയമ നടപടി സ്വീകരിക്കും, അതിന് മേൽക്കോടതിയിലേക്ക് പോകുമെന്ന് കുടുംബം അറിയിച്ചിരുന്നതാണ് ആദ്യ ദിവസം. പക്ഷെ അത് ഒരു വൈകാരിക പ്രകടനം മാത്രമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് അവർ തന്നെ പറഞ്ഞത്. അത് പെട്ടെന്നുള്ള വൈകാരികതയുടെ പേരിൽ പറഞ്ഞതാണ്. നിലവിലെ ആ കോടതി വിധിയിൽ പൂർണ്ണ തൃപ്തരാണ്. പ്രത്യേകിച്ചും തെളിവുകളുടെ അഭാവമാണ് രണ്ടാം പ്രതി, അതായത് ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിടാൻ കാരണമായത് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ ഷാരോണിന്റെ കുടുംബവും ഉള്ളത്. എന്തായാലും നമ്മൾ ഒരു മണിക്കൂറുകൾ മാത്രമാണ് ആ കേസിലെ വിധി എന്ത് എന്നറിയാൻ. ഇവർ രാവിലെ 10 മണിയോടുകൂടി തന്നെ കോടതിയിലേക്ക് പുറപ്പെടും എന്നും അറിയിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.